Hi friends, welcome to BA tutorial. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെക്റ്റിന്റെ എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്ന പോർഷൻ ആണ്. എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾസിനെ നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും എഡ്യൂക്കേഷണൽ ഫിലോസഫി എന്ന് പറയുന്നത് 4 തരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഐഡിയലിസം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാഗ്മാറ്റിസത്തെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് പ്രാഗ്മാറ്റിസത്തിന്റെ ഫീച്ചേഴ്സിലേക്കും പ്രിൻസിപ്പിൾസിലേക്കും പോവാം. പ്രാഗ്മാറ്റിസം ഈസ് ദ മിഡ് വേ ബിറ്റ്വീൻ ഐഡിയലിസം ആൻഡ് നാച്ചുറലിസം. നമ്മൾ ഐഡിയലിസം പഠിച്ചതാണ്, നാച്ചുറലിസം പഠിച്ചതാണ്. ഇതിന്റെ മിഡ് വേ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. രണ്ടിന്റെയും ഇടയ്ക്കുള്ള എന്ന അർത്ഥത്തിലാണ് ഇവിടെ മിഡ് വേ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് നോക്കൂ. ടേം പ്രാഗ്മ മീൻസ് ആക്ടിവിറ്റി ഓർ വർക്ക് ഡൺ. അപ്പോൾ പ്രാഗ്മ എന്നുള്ള മീനിങ്ങിന്റെ അർത്ഥം എന്ന് പറയുന്നത് വർക്ക് ഡൺ ഓർ ആക്ടിവിറ്റി എന്നുള്ളതാണ് പ്രാഗ്മയുടെ അർത്ഥം. ഇനി പ്രാഗ്മാറ്റിസം ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് വേർഡ് പ്രാഗ്മാറ്റിക്കോസ്. പ്രാഗ്മാറ്റിക്കോസ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കബിലിറ്റി എന്നോ യൂട്ടിലിറ്റി എന്നോ അർത്ഥം വരുന്ന പ്രാഗ്മാറ്റിക്കോസ് എന്നുള്ള വേർഡിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രാഗ്മാറ്റിക്കോസിന്റെ മീനിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കബിലിറ്റി എന്നുള്ളതാണ് പ്രാഗ്മാറ്റിക്കോസിന്റെ മീനിങ്. ഇനി ഏത് വേർഡിൽ നിന്നാണ്, ഏത് ഭാഷ, ഗ്രീക്ക് ഭാഷയിൽ നിന്ന് വരാം, ഏത് വേർഡിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നതെന്നും ചോദിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രാഗ്മാറ്റിക്കോസ് എന്നുള്ള വേർഡിൽ നിന്നാണ്, ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പ്രാഗ്മാറ്റിസം എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അടുത്ത് പറയുന്നു ദ ടേം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ചാൾസ് സാൻഡേഴ്സ് പിയർ. അതായത് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ടേം ആദ്യമായിട്ട് ഡിറൈവ് ചെയ്തത് ചാൾസ് സാൻഡേഴ്സ് പിയർ. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ്. നമുക്ക് ചാൾസ് പിയേഴ്സ് എന്ന് പറയാം. ചാൾസ് പിയേഴ്സ് ആർ കൺസിഡേർഡ് ആസ് ദി എന്താണ് ആ ഒരു ടേം കൊണ്ടുവന്നേക്കുന്നത് ചാൾസ് പിയേഴ്സ് ആണ്. അപ്പൊ നമുക്കൊരു ഓപ്ഷനകത്ത് ചാൾസ് പിയേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചാൾസ് പിയേഴ്സ് തന്നെ എഴുതണം. അപ്പോൾ നമ്മുടെ ടേം ഇൻട്രൊഡ്യൂസ്ഡ് ആസ് ചാൾസ് പിയേഴ്സ് ആണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന വേർഡ് കൊണ്ടുവന്നേക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് അദ്ദേഹമാണ്. പ്രാഗ്മാറ്റിസം കൺസിഡേർഡ് ആസ് മോഡേൺ എഡ്യൂക്കേഷണൽ ഫിലോസഫി. പ്രാഗ്മാറ്റിസത്തെ മോഡേൺ എഡ്യൂക്കേഷണൽ ഫിലോസഫി ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്താണ് എന്നുള്ളത് നമ്മൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് മോഡേൺ എഡ്യൂക്കേഷണൽ ഫിലോസഫി ആവാനുള്ള കാരണം എന്നുള്ളത്. ഇനി നോക്കൂ. ജോൺ ഡിവേ കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ചാൾസ് പിയേഴ്സ് ആണ് പ്രാഗ്മാറ്റിസം എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ പ്രാഗ്മാറ്റിസത്തിന്റെ ഫാദർ എന്ന് കൺസിഡർ ചെയ്തേക്കുന്നത് എന്താണ്, അമേരിക്കൻ ഫിലോസഫറായ ജോൺ ഡിവേ ആണ് ഫാദർ ഓഫ് പ്രാഗ്മാറ്റിസം എന്നുള്ള പേരിൽ അറിയപ്പെട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പ്രാഗ്മാറ്റിസം ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. അപ്പോൾ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി ബേസ് ചെയ്തേക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ്. അതായത് എന്താണ്, ലേൺ ചെയ്യുന്നത് ഡൂയിങ്ങിലൂടെ ആകണം. അതായത് നമ്മൾ ചെയ്ത് പഠിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന ആ ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രിൻസിപ്പിൾസ് അത് ബേസ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫി ബേസ് ചെയ്തേക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതിലാണ്. അടുത്ത് പറയുന്നു പ്രോജക്റ്റ് മെത്തേഡ് ഈസ് ദ ഔട്ട്കം ഓഫ് പ്രാഗ്മാറ്റിസം. പ്രാഗ്മാറ്റിസത്തിന്റെ പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസത്തിന്റെ ഔട്ട്കം ആണ്. പ്രാഗ്മാറ്റിസം ഈസ് നോൺ ആസ് എക്സ്പീരിയന്റലിസം ഓർ കോൺസിക്വന്റലിസം. അപ്പൊ എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം നമുക്ക് പറയാം. പക്ഷേ പ്രാഗ്മാറ്റിസത്തെ എക്സ്പീരിമെന്റലിസം എന്നും കോൺസിക്വന്റലിസം എന്നുള്ള പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രാഗ്മാറ്റിസത്തെ അത് നമ്മൾ ശ്രദ്ധിച്ചോളുക. കാരണം രണ്ടിനെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, പ്രാഗ്മാറ്റിസം ഈസ് ഓൾസോ നോൺ ആസ് എക്സ്പീരിമെന്റലിസം, കോൺസിക്വന്റലിസം, ഓൾ ഓഫ് ദ എബോവ്, നോൺ ഓഫ് ദ എബോവ് അങ്ങനെ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാതെ നമ്മൾ ഈ ഈ പ്രാഗ്മാറ്റിസത്തിന്റെ മറ്റ് പേരുകളും പഠിച്ചു വെച്ചേക്കുന്നത് നന്നായിരിക്കും. പ്രാഗ്മാറ്റിസം ഈസ് കോൾഡ് കോൺസിക്വന്റലിസം. കോൺസിക്വന്റലിസം എന്ന് നമ്മൾ പ്രാഗ്മാറ്റിസത്തെ വിളിക്കുന്നുണ്ട്. കാരണം ബിക്കോസ്
Any human activity is evaluated in terms of consequence or result. അതായത് നമ്മൾ ഏതൊരു ഹ്യൂമൻ ആക്ടിവിറ്റി, ഏതൊരു മനുഷ്യന്റെ പ്രവൃത്തിയെയും നമ്മൾ അതിന്റെ റിസൾട്ടിന്റെ ബേസിസിലാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ കോൺസിക്വന്റലിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? പ്രാഗ്മാറ്റിസം ഈസ് കോൾഡ് ആസ് കോൺസിക്വന്റലിസം ബിക്കോസ് എനി ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് ഇവാലുവേറ്റഡ് ഇൻ ടേംസ് ഓഫ് ആക്ടിവിറ്റിയുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഹ്യൂമൻ ആക്ടിവിറ്റിയും ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഗ്മാറ്റിസത്തെ കോൺസിക്വന്റലിസം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി നോക്കൂ, പ്രാഗ്മാറ്റിസം ഈസ് ഇന്റിമേറ്റ്ലി കണക്റ്റഡ് വിത്ത് ദ ഹ്യൂമൻ ലൈഫ്, സോ ഇറ്റ് ഈസ് കോൾഡ് ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി ഓഫ് ലൈഫ്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ 3 പേര് പഠിച്ചു. ഫിലോസഫിക്ക് ഈ പ്രാഗ്മാറ്റിസത്തിന് തന്നെ നമ്മൾ 3 വേറെ പേരുകൾ പഠിച്ചു. ഇവിടെ പറയുന്നത് എന്താണ്? ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി ഓഫ് ലൈഫ് എന്നുള്ള പേരിലും പ്രാഗ്മാറ്റിസത്തെ അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ഹ്യൂമൻ ലൈഫുമായിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫിയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി ഓഫ് ലൈഫ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. നേരത്തെ കോൺസിക്വന്റലിസം എന്നും എക്സ്പെരിമെന്റലിസം എന്നും അറിയപ്പെട്ടിരുന്നു. ഇപ്പം നമ്മൾ വീണ്ടും പഠിക്കുന്നു ഹ്യൂമനിസ്റ്റിക് ഫിലോസഫി ഓഫ് ലൈഫ് എന്നും പ്രാഗ്മാറ്റിസത്തെ അറിയപ്പെടുന്നുണ്ട്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പ്രാഗ്മാറ്റിസത്തിന്റെ ഒരു ബേസിക് ഇൻഫോർമേഷൻ ആണ്. ഇനി നമ്മൾ പറയുന്നു പ്രാഗ്മാറ്റിസം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പൾസ് അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ്, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് അതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലുള്ള പോർഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രാഗ്മാറ്റിസത്തിന്റെ പ്രിൻസിപ്പൾസിനെ കുറിച്ച് നോക്കുന്നു. ഇതിന്റെ അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് നോട്ട് ഫൈനൽ, ഇറ്റ് റെപ്രസെന്റ്സ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് റിയാലിറ്റി. നമ്മൾ ഐഡിയലിസം പഠിച്ചു, നാച്ചുറലിസം പഠിച്ചു. ഇതിനകത്ത് ഓരോന്നിലും ഓരോ അൾട്ടിമേറ്റ് റിയാലിറ്റി ആയിരുന്നു. പക്ഷേ പ്രാഗ്മാറ്റിസം വരുമ്പോൾ എന്താണ്, ഒരു ഫൈനൽ ആയിട്ടുള്ള അൾട്ടിമേറ്റ് റിയാലിറ്റിയെ കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് വെച്ച് റെപ്രസെന്റ്സ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് റിയാലിറ്റി. എന്താണ്? നേച്ചറിൽ നമുക്ക് എന്താണ് എപ്പോഴും മാറി മാറി വരാം. നമ്മുടെ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഡൈനാമിക് ആണ്, ചേഞ്ചസ് വരുന്ന ഒന്നാണ് എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം പറയുന്നത്. ഇനി അടുത്ത് പറയുന്നു പാസ്റ്റ് ഈസ് ഡെഡ് ആൻഡ് ഗോൺ, ടുമാറോ വിൽ കം വിത്ത് ഇറ്റ്സ് ഓൺ പ്രോബ്ലം ആൻഡ് ദെയർ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ ഐഡിയലിസത്തിനകത്തും നാച്ചുറലിസത്തിനകത്തൊക്കെ ഐഡിയലിസത്തിനകത്ത് പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞു പോയ വാല്യൂസിനെയും ട്രൂത്തിനെയും ഗുഡ്നെസ്സിനെയും ഒക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്, വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഈ പ്രാഗ്മാറ്റിസം വരുമ്പോഴത്തേക്ക് പാസ്റ്റ് ഈസ് ഡെഡ് ആൻഡ് ഗോൺ, കഴിഞ്ഞ കാര്യം കഴിഞ്ഞതാണ്. പക്ഷെ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിക്കേണ്ട എന്ത് കാര്യമാണ്, നമ്മൾ നാളത്തേക്കുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. ടുമാറോ വിൽ കം വിത്ത് ഇറ്റ്സ് ഓൺ പ്രോബ്ലം ആൻഡ് ദെയർ സൊല്യൂഷൻ. അപ്പം നാളത്തെ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്നുള്ള രീതിക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം എന്ത് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത് പറയുന്നു പ്രാഗ്മാറ്റിസം ലുക്സ് ടുവേർഡ്സ് ഇമ്മീഡിയറ്റ് പ്രോബ്ലം ആൻഡ് ദെയർ സൊല്യൂഷൻ. അതായത് നാച്ചുറലിസം ഒക്കെ കൊടുക്കുന്നത് നാച്ചുറലിന് പ്രാധാന്യം കൊടുക്കുന്നു, ഐഡിയലിസം എന്ന് പറയുന്നത് ഐഡിയയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്നാൽ പ്രാഗ്മാറ്റിസം ലുക്ക് ടുവേർഡ്സ് ഇമ്മീഡിയറ്റ് പ്രോബ്ലം ആൻഡ് ദെയർ സൊല്യൂഷൻ. പെട്ടെന്നുണ്ടാകുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ എന്തിലൂടെ ചെയ്യുന്നത്, പ്രാഗ്മാറ്റിസം ത്തിലൂടെ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നു എന്നുള്ള ആ ഒരു ബേസിസിൽ തന്നെ നമുക്ക് ആലോചിക്കാം പ്രോജക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാലും അങ്ങനെയാണ് അല്ലെ. നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അതിനെ എന്താണ് അതിൻ്റെ റിസൾട്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നതിനെയാണ് പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രാഗ്മാറ്റിസത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. 3 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്കുണ്ട് അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് നോട്ട് ഫൈനൽ, ഇറ്റ് റെപ്രസെന്റ്സ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് റിയാലിറ്റി. ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസത്തിനകത്ത് ഇല്ല. എന്ത് ചെയ്യുന്നുണ്ട്, ഡൈനാമിക് ആണ്. അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. പിന്നെ പറയുന്നു പാസ്റ്റ് ഈസ് ഡെഡ് ആൻഡ് ഗോൺ, ദെൻ ടുമാറോ വിൽ കം വിത്ത് ഇറ്റ്സ് ഓൺ പ്രോബ്ലം ആൻഡ് ദെയർ സൊല്യൂഷൻ. ഇനി അടുത്ത് പറയുന്നു പ്രാഗ്മാറ്റിസം ലുക്ക് ടുവേർഡ്സ് ഇമ്മീഡിയറ്റ് പ്രോബ്ലം ആൻഡ് ദെയർ സൊല്യൂഷൻ. ഓക്കെ, ഇനി പ്രാഗ്മാറ്റിസത്തിന്റെ അടുത്ത പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്നു ഇറ്റ് ഈസ് ആന്ത്രപ്പോസെൻട്രിക്. പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് ആന്ത്രപ്പോസെൻട്രിക് ആണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഈസ് ദാറ്റ് സെന്റർ ഓഫ് റിയാലിറ്റി. അപ്പോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ സെന്റർ ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ആന്ത്രപ്പോസെൻട്രിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നേരത്തെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ ഐഡിയലിസം പഠിച്ചപ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഐഡിയലിസം ഈസ് സൈക്കോസെൻട്രിക് ആണെന്ന് പഠിച്ചു, ബിക്കോസ് അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് സ്പിരിച്വൽ നോട്ട് മെറ്റീരിയൽ. ദെൻ നാച്ചുറലിസം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു നാച്ചുറലിസം ഈസ് നാച്ചുറോസെൻട്രിക് ആണ്. അവിടെ പറയുമ്പോൾ അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് മെറ്റീരിയൽ നോട്ട് സ്പിരിച്വൽ.
ഇവിടെ പറയുന്നു പ്രാഗ്മാറ്റിസത്തിനകത്ത് പറയുന്നു പ്രാഗ്മാറ്റിസം ഈസ് ആന്ത്രപ്പോസെൻട്രിക് ആൻഡ് ഇവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അൾട്ടിമേറ്റ് റിയാലിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടൊന്നുമില്ല, പക്ഷേ ഹ്യൂമൻ എക്സ്പീരിയൻസുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ റിസൾട്ടിനനുസരിച്ചിട്ടാണ് എന്ത് വരുന്നതെന്ന് പറഞ്ഞു, റിയാലിറ്റിക്ക് പ്രാധാന്യം വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്പീരിയൻസുകൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോസെൻട്രിക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ആന്ത്രപ്പോസെൻട്രിക് ആണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനിയും അടുത്ത് പറയുന്നു എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. അപ്പം നമ്മൾ എങ്ങനെ പഠിക്കണം? എക്സ്പീരിയൻസിലൂടെ പഠിക്കണം. അതാണ് ബെസ്റ്റ് ടീച്ചർ എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം പറയുന്നത്. ആക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ തോട്ട്സ്. നമ്മുടെ ചിന്തകളെക്കാട്ടിയും വളരെയധികം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവർത്തികൾക്കാണ്. ആക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ തോട്ട്സ്. പേഴ്സണാലിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ആക്ഷൻ ആൻഡ് ഡിസ്കവറി. എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെയും നമ്മുടെ ഡിസ്കവറിയുടെയും പ്രോഡക്റ്റ് ആണ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിൾ. ആൻഡ് പ്രാഗ്മാറ്റിസത്തിന്റെ കീ വേർഡ് എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയാണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ, പ്രാഗ്മാറ്റിക്കോസ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്ങിനകത്ത് പറയുന്നുണ്ട് യൂട്ടിലിറ്റി എന്നുള്ള വേർഡ്. അപ്പോൾ ദ കീ വേർഡ് ഓഫ് പ്രാഗ്മാറ്റിസം ഈസ് യൂട്ടിലിറ്റി. ഓക്കെ, ഇനി മറ്റ് പ്രിൻസിപ്പിളുകൾ പറയുന്നു ദേ ആർ നോ ഫിക്സഡ് വാല്യൂസ്. അവിടെ എന്തില്ല? പ്രാഗ്മാറ്റിസത്തിനകത്ത് ഫിക്സഡ് വാല്യൂസ് ഒന്നുമില്ല. ദേ ആർ ചേഞ്ച്ഡ് വിത്ത് ടൈം, ഫിലോസഫി ആൻഡ് സർക്കംസ്റ്റാൻസസ്. അതായത് വാല്യൂസ് എന്ന് പറയുന്നത് സമയത്തിനും ഫിലോസഫിക്കും സർക്കംസ്റ്റാൻസസ് അനുഭവത്തിനും അനുസരിച്ച് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാല്യൂസ് ഒന്നും എന്തിനകത്തില്ല? പ്രാഗ്മാറ്റിസത്തിനകത്ത് ഇല്ല. ഇനി എഡ്യൂക്കേഷൻ ഈസ് ചൈൽഡ് സെൻറ്റേർഡ്. നമ്മൾ പറഞ്ഞു ഐഡിയലിസം എന്ന് പറയുന്നത് ടീച്ചർ സെൻറ്റേർഡ് ആണ്, നാച്ചുറലിസം എന്ന് പറയുന്നത് ചൈൽഡ് സെൻറ്റേർഡ് ആണ്, പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നതും ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ്. ദെൻ ദ പ്രോജക്റ്റ് മെത്തേഡ് ഈസ് ദ ഡയറക്റ്റ് ഔട്ട്കം ഓഫ് പ്രാഗ്മാറ്റിസം. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഔട്ട്കം ഓഫ് പ്രാഗ്മാറ്റിസം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സൊല്യൂഷൻസ്, അത് ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പ്രാഗ്മാറ്റിസം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ project method is the direct outcome of pragmatism. Then പറയുന്നു truth is that works and that which does not work is not truth. അപ്പോൾ നമ്മൾ ആ ഒരു സെന്റൻസ് നോക്കുക. truth is that works. എന്താണ്? ട്രൂത്ത് ആണ് എന്നുണ്ടെങ്കിൽ, സത്യമായ കാര്യമാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നടക്കും, വർക്ക് ചെയ്യും. ആൻഡ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് വർക്ക്, അപ്പോൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണത്? വിച്ച് ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത്, അത് സത്യമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം പറയുന്ന മറ്റൊരു കാര്യം. എന്താണ്? ട്രൂത്ത് ഈസ് ദാറ്റ് വർക്ക്സ്. ട്രൂത്ത് ആണെങ്കിൽ അത് നടക്കും. ആൻഡ് ദാറ്റ് വിച്ച് ഡസ് നോട്ട് വർക്ക്, അത് നടക്കുന്നില്ല, അത് സംഭവിക്കാത്ത കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത്, അത് സത്യമായിട്ടുള്ള കാര്യം അല്ല എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം പറയുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം നോക്കിയത് പ്രാഗ്മാറ്റിസത്തിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നു പ്രാഗ്മാറ്റിസത്തിന്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. പ്രാഗ്മാറ്റിസത്തിന്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് പ്രിസർവേഷൻ ആണ്. അതായത് ആത്മസംരക്ഷണം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പരിപാലിക്കുന്ന ആ ഒരു രീതിയാണ് സെൽഫ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഫ്യൂച്ചർ ലൈഫ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു എയിമാണ് പ്രാഗ്മാറ്റിസം പറയുന്ന എഡ്യൂക്കേഷന്റെ എയിം എന്ന് പറയുന്നത് സെൽഫ് പ്രിസർവേഷൻ. ഓക്കെ, ഇനി പറയുന്നു പ്രാഗ്മാറ്റിസത്തിന്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇങ്ങനെയാണ്. ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ് ആണ് പ്രാഗ്മാറ്റിസത്തിന്റെ പ്രധാനമായിട്ടുള്ള മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താണ്? ലേണിംഗ് മേക്സ് പീപ്പിൾ ക്രിയേറ്റീവ്, കോൺഫിഡൻസ് ആൻഡ് കോപ്പറേഷൻ. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് ആളുകളിൽ എന്തുണ്ടാക്കിയെടുക്കണം? ക്രിയേറ്റീവും കോൺഫിഡൻറ്റും കോപ്പറേറ്റീവും ആക്കിയെടുക്കണം. ലേണിംഗ് മേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസത്തിന്റെ എന്താണ്? മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതോടൊപ്പം നമ്മൾ മെത്തേഡ് ഓഫ് നാച്ചുറലിസ്റ്റിക് ഫിലോസഫിക്കകത്ത് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡുകളും പ്രാഗ്മാറ്റിക് ഫിലോസഫിക്കകത്ത് ആപ്ലിക്കബിൾ ആണ്. അതോടൊപ്പം ഈ ലേണിംഗ് ബൈ ഡൂയിങ്ങിനോടൊപ്പം തന്നെ പ്രോജക്റ്റ് മെത്തേഡും എന്ന് പറയുന്നത്, പ്രോജക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ബൈ ഡൂയിങ്ങിനെ ആസ്പദമാക്കിയുള്ളതാണ്. അപ്പോൾ ലേണിംഗ് ബൈ ഡൂയിങ്, പ്രോജക്റ്റ് മെത്തേഡും ഇതിനകത്ത് ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ നാച്ചുറലിസ്റ്റിക് ഫിലോസഫിക്കകത്ത് പറഞ്ഞിട്ടുള്ള
പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ഫിലോസഫി, അതായത് നാച്ചുറലിസ്റ്റിക് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും നമുക്ക് എന്ത് ചെയ്യാം, പ്രാഗ്മാറ്റിസത്തിനകത്ത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിനകത്ത് പറയുന്നത്. അടുത്ത് പറയുന്നു പ്രാഗ്മാറ്റിക് ഫിലോസഫിയുടെ കരിക്കുലം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്നാണ്. അപ്പോൾ ഇതിനകത്ത് കരിക്കുലം ഡെവലപ്മെന്റ് ഈസ് ബേസ്ഡ് ഓൺ സം പ്രിൻസിപ്പിൾസ്, അതായത് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ ഫിലോസഫിയുടെ കരിക്കുലം ചില പ്രിൻസിപ്പിൾസുമായിട്ട് ബേസ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസ് ആണ് അതിനകത്ത് പറയുന്നത്. ആ 4 പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നു പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന വേർഡ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസത്തിന്റെ കീ വേർഡാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ മെമ്മറിക്കകത്ത് ഒരുപാട് നാള് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ കരിക്കുലം എന്ന് പറയുന്നത് ഒരുപാട് പ്രിൻസിപ്പിൾസുമായിട്ട് പ്രധാനമായിട്ടും 4 പ്രിൻസിപ്പിൾസുമായിട്ട് ബേസ് ചെയ്ത് കിടക്കുന്നു. ഫസ്റ്റ് വൺ പറയുന്നു പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. ഇനി ഇതിനകത്ത് പറയുന്നത് എന്താ നോക്കൂ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾസ് ഓൺലി ദോസ് സബ്ജക്ട് ആൻഡ് എക്സ്പീരിയൻസസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ കരിക്കുലം വിച്ച് ആർ യൂസ്ഫുൾ ടു ദ പ്രസന്റ് നീഡ്സ് ആൻഡ് ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ ഓഫ് ചിൽഡ്രൻ. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പിൾ പ്രകാരം ഏതൊക്കെ സബ്ജക്ട്സ്, അതായത് സബ്ജക്ട്സും എക്സ്പീരിയൻസസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതെന്തിനു യൂസ്ഫുൾ ആയിരിക്കണം, പ്രസന്റ് നീഡ്സിനും ഫ്യൂച്ചർ എക്സ്പെക്ടേഷനെയും ഡീൽ ചെയ്യുന്ന തരത്തിലുള്ള സബ്ജക്റ്റും എക്സ്പീരിയൻസസും ആയിരിക്കണം നമ്മൾ ഈ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. എന്താണ് പ്രസന്റ് നീഡ്സ്, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ്, നമുക്ക് വരും സമയത്ത് നമ്മുടെ എക്സ്പെക്ടേഷൻസിനെയും വരും സമയത്തുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ചുള്ള സബ്ജക്റ്റും എക്സ്പീരിയൻസും ആയിരിക്കണം നമ്മൾ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റിക്കകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റും എക്സ്പീരിയൻസസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയുള്ളതായിരിക്കണം, നമ്മുടെ ഇപ്പോഴത്തെ നീഡ്, പ്രസന്റ് നീഡ്സും ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസിനെയും ഡീൽ ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകളായിരിക്കണം യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിൾസ് പറയുന്നു ഹിസ്റ്ററി, സയൻസ്, ലാംഗ്വേജസ്, മാത്സ്, അഗ്രികൾച്ചർ, ഹോം സയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത്. യൂട്ടിലിറ്റി ഉള്ളതായിരിക്കണം, നമുക്ക് ഉപയോഗമുള്ള സബ്ജക്റ്റുകളായിരിക്കണം നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം ഡീൽ ചെയ്യുന്ന ഫസ്റ്റ് കരിക്കുലത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി പറയുന്നു പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്, കരിക്കുലം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് അക്കോർഡിംഗ് ടു ജോൺ ഡിവേ ഇൻട്രസ്റ്റ് ആർ 4 കാറ്റഗറി. ഒരു ചിൽഡ്രന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 4 തരത്തിലുണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ടു ഇൻവെസ്റ്റിഗേഷൻ, ഇൻട്രസ്റ്റ് ടു കോൺസെൻട്രേഷൻ, ഇൻട്രസ്റ്റ് ടു കമ്മ്യൂണിക്കേഷൻ, ഇൻട്രസ്റ്റ് ടു എക്സ്പ്രഷൻ. ഈ 4 ഇൻട്രസ്റ്റുകളെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ കരിക്കുലം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ കരിക്കുലം ഷുഡ് ബി ഓൾസോ ഇൻക്ലൂഡഡ് 3 Rs. 3 Rsനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് റീഡിങ്, റൈറ്റിംഗ്, അരിത്തമാറ്റിക് എന്ന് പറയുന്ന 3 Rsനെയും ഈ പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റിനകത്ത്, അതായത് കരിക്കുലവും ബേസ് ചെയ്ത് വരുന്ന കരിക്കുലത്തിനകത്ത് ഈ 3 Rsഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പ്രിൻസിപ്പിൾസിനെ ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റിനെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ ഇൻട്രസ്റ്റിനെ പ്രധാനമായിട്ടും 4 ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ, കോൺസെൻട്രേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്പ്രഷൻ. ഇനി കരിക്കുലം ബേസ് ചെയ്തിട്ടുള്ള മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസ് ആണ്. അതായത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതായത് ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രാക്ടിക്കൽ വർക്ക് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസിനകത്ത് പറയുന്നു കരിക്കുലം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രാക്ടിക്കൽ വർക്കുകൾക്കും എക്സ്പീരിയൻസിനും പ്രാധാന്യം നൽകിയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കരിക്കുലം ഫോം ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കരിക്കുലം ഷുഡ് ബി കൺസിസ്റ്റ് ഓഫ് സച്ച് വെറൈറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസസ് വിച്ച് പ്രൊമോട്ട് ഒറിജിനൽ തിങ്കിങ് ആൻഡ് ഫ്രീഡം ടു ഡെവലപ്പ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. അതായത് പർപ്പസ്ഫുൾ ആക്ടിവിറ്റിയെ നമുക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറിജിനൽ തിങ്കിങ്ങും ഫ്രീഡവും പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം പ്രാഗ്മാറ്റിസം ഡീൽ ചെയ്യുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ലേണിംഗ് എക്സ്പീരിയൻസിലൂടെ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തിങ്കിങ്ങും ഫ്രീഡവും കൊടുക്കുന്ന കരിക്കുലമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രാഗ്മാറ്റിസം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസുകൾക്ക് പ്രാധാന്യം, പ്രാക്ടിക്കൽ വർക്കുകൾക്കും എക്സ്പീരിയൻസുകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കരിക്കുലമാണ് അതിനകത്ത് പറയുന്നത്.
ഇനി പറയുന്നതെന്ന് വെച്ചാൽ പർപ്പസ്ഫുൾ ആക്ടിവിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തിങ്കിങ്ങും ഒറിജിനൽ തിങ്കിങ്ങും ഫ്രീഡവും പ്രൊമോട്ട് ചെയ്യുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത് കരിക്കുലത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് എന്ത് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന കരിക്കുലത്തിനകത്ത് പറയുന്നത് കരിക്കുലം പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. കരിക്കുലം പ്രിൻസിപ്പിളിനകത്തെ 4ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കരിക്കുലത്തെ ബേസ് ചെയ്തിട്ടുള്ള 4 പ്രിൻസിപ്പിൾ ഉണ്ട്. അതിൽ 4ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ ആണ്. ഇതിനകത്ത് പറഞ്ഞു വെച്ചാൽ പ്രാഗ്മാറ്റിസം അഡ്വക്കേറ്റ്സ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഇന്റഗ്രേറ്റഡ് കരിക്കുലം എന്ന് വെച്ചാൽ വേരിയസ് സബ്ജക്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നു. വേരിയസ് സബ്ജക്റ്റുകളും ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുക, ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നതിനെയാണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രാഗ്മാറ്റിസം അഡ്വക്കേറ്റ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു കരിക്കുലം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, നമ്മൾ ഇത്രയും നേരം നോക്കിയത് പ്രാഗ്മാറ്റിസത്തിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നു പ്രാഗ്മാറ്റിസത്തിന്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. പ്രാഗ്മാറ്റിസത്തിന്റെ എയിം ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സെൽഫ് പ്രിസർവേഷൻ ആണ്. അതായത് ആത്മസംരക്ഷണം അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പരിപാലിക്കുന്ന ആ ഒരു രീതിയാണ് സെൽഫ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഫ്യൂച്ചർ ലൈഫ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന ആ ഒരു എയിമാണ് പ്രാഗ്മാറ്റിസം പറയുന്ന എഡ്യൂക്കേഷന്റെ എയിം എന്ന് പറയുന്നത് സെൽഫ് പ്രിസർവേഷൻ. ഓക്കെ, ഇനി പറയുന്നു പ്രാഗ്മാറ്റിസത്തിന്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇങ്ങനെയാണ്. ലേണിംഗ് ബൈ ഡു. പ്രാഗ്മാറ്റിസത്തിനകത്തുള്ള റോൾ ഓഫ് ടീച്ചർ, പ്രാഗ്മാറ്റിസം എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ ഫിലോസഫിക്കകത്ത് അല്ലെ പ്രാഗ്മാറ്റിസം എഡ്യൂക്കേഷനകത്ത് ഒരു ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് ഒബ്സർവർ ആയിരിക്കണം, ഫ്രണ്ട് ആയിരിക്കണം, ഗൈഡ് ആയിരിക്കണം, ഫിലോസഫർ ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്നതായിരിക്കണം ഒരു ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡിനകത്ത് ഒരു ടീച്ചറിന്റെ റോൾ എന്ന് പറയുന്നത് ഒബ്സർവർ, ഫ്രണ്ട്, ഗൈഡ് ആൻഡ് ഫിലോസഫർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രാഗ്മാറ്റിക് ഫിലോസഫിക്കകത്ത് വരുന്നത് അല്ലെങ്കിൽ പ്രാഗ്മാറ്റിസത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി റിയലിസത്തിൻ്റെത് കൂടി ഇടാനുണ്ട്, അത് ഉടനെ അപ്ലോഡ് ചെയ്യാം. എനിക്കറിയാം എക്സാം ഡേറ്റിംഗ് അടുത്തു, ഞാൻ മാക്സിമം സ്പീഡിൽ ഞാനത് ഇടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രാഗ്മാറ്റിസവുമായിട്ട് ബന്ധപ്പെട്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റെഫർ ചെയ്തത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത പോർഷൻ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക മാക്സിമം. അതായത് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി നമ്മളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.